ഇതിന്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ നിറവിലാണ് നമ്മൾ ഇവിടെ എല്ലാ വർഷവും. വാഹനങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ. ഒരുപക്ഷെ 94 വർഷം മുമ്പ് മണിയിൽ നിന്ന് തുടങ്ങി അന്ന് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു, ദൈവമേ, അന്ന് വാഹന സൗകര്യം ഇല്ലാത്തപ്പം നല്ല കാലാവസ്ഥയൊക്കെയാണ്, താറിട്ട റോഡൊന്നും ഇല്ലല്ലോ, നടന്നു വരാനൊക്കെ എളുപ്പമാണ്. ഒരുപക്ഷെങ്കിൽ പ്രാർത്ഥിച്ചും കൂട്ടമായിട്ടും ഒക്കെ പോരാ. അങ്ങനെ പോകുന്നത് എല്ലാവർക്കും വാഹനമുള്ളൊരു കാലമാണ്. എന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു തീർത്ഥാടനം. വളരെ അസുലഭമായ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതം നമുക്ക് ലഭിക്കുന്ന ഒരു സുന്ദരമായ അനുഭവമാണ് ഈ തീർത്ഥാടനം. ദൈവത്തെ തേടിയുള്ള യാത്ര. മഞ്ഞിലിക്കൽ അധിപതിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ അപേക്ഷ എവിടേക്കാണ് ചെല്ലുന്നത്? ഈ അപേക്ഷ ചെല്ലുന്നത് സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്കാണ് ചെല്ലുന്നത്. ദൈവത്തെ തേടിയുള്ള യാത്ര, ദൈവാനുഭവത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര. സാധാരണയുള്ള സുഖപ്രദമായ ജീവിതത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കഷ്ടതയുടെ, സഹിഷ്ണുതയുടെ ഭാരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, കുരിശന്റെ വഴി സ്വീകരിക്കുന്ന ഒരു യാത്ര. ആ യാത്ര ദൈവത്തെ തേടി മാത്രമല്ലല്ലോ, ദൈവത്തെ തേടിയും ദൈവത്തെ നേടിയ ചിലരെ അന്വേഷിച്ചുകൊണ്ടാണ്. ദൈവത്തെ തിരഞ്ഞുള്ള അല്ലെങ്കിൽ ദൈവത്തെ തേടിയുള്ളതായ യാത്രയിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ നേടിയ ആളുകളെയും അന്വേഷിച്ചുകൊണ്ടാണ് യാത്ര തുടരുന്നത്. ശരിയല്ലേ? പരിശുദ്ധനായ ഇഗ്നാത്തിയോസ് ഏലിയാസിന്റെ പത്രികീസ് ബാവ ദൈവത്തെ തേടിയുള്ള യാത്രയിൽ അദ്ദേഹം ദൈവത്തെ നേടിയ മനുഷ്യനാണ്, വിശുദ്ധനാണ്. അതൊരു തീർത്ഥാടനമാണ്. അങ്ങനെയുള്ളവരെ അന്വേഷിച്ചുള്ള യാത്രയാണ്, ഖുർആനെ അന്വേഷിച്ചുള്ള യാത്രയാണ് നമ്മൾ ഇവിടേക്ക് നടത്തുന്ന യാത്ര. ദൈവത്തെ നേടിയവരെ തേടിയുള്ളതായ നമ്മുടെ യാത്ര. മൂന്നാമതായി അവനവനെ തന്നെ ഒന്ന് തേടി ഉള്ള ഒരു ഇറക്കം. അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എത്രയും വ്യത്യസ്തമായ ഒരു വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കറിയാമോ, ഇരിട്ടിയിൽ നിന്നും 5 സംസ്ഥാനങ്ങൾ പിന്നിട്ട് 7 പേര് 10 വർഷമായി അവിടെ നിന്നും ഇവിടം വരെ നടന്നു വരുന്നുണ്ട്. ആ മക്കൾ ഇവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട്. വയനാട്ടിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, എല്ലാ ദേശങ്ങളിൽ നിന്നും, കേരളത്തിന് വെളിയിൽ നിന്നുമൊക്കെ വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്നുമൊക്കെ ഇവിടെ വന്നിറങ്ങി കുറെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് തങ്ങളുടെ ഈ തീർത്ഥാടനം എല്ലാവരും തുടരുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരു തീർത്ഥാടനം നടത്തി കണ്ടെത്തലിനുള്ള ഒരവസരവും കൂടിയാണ് തീർത്ഥാടനങ്ങൾ നമ്മൾ കാണേണ്ടുന്നത്. വർത്തമാനകാലത്തിന്റെ തിക്കിലും തിരക്കിലുമാണ് നമ്മളെല്ലാവരും. ഒരു സ്പീഡ് ലൈഫാണ്. അത് തീമോഥെയോസ് തിരുമേനിയുടെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിത വളരെ പ്രസിദ്ധമാണ്, കേട്ട് കാണാം. നന്മകൾക്ക് നിറം കുറഞ്ഞൊരു കാലം, നന്മകൾക്ക് നിറം കുറഞ്ഞൊരു കാലം, തിന്മകൾക്ക് വർണ്ണച്ചന്തമില്ലുണ്ണി എന്നുള്ള അദ്ദേഹത്തിന്റെ കവിത ഇന്നിന്റെ ആനുകാലിക ജീവിത സാഹചര്യങ്ങൾ എത്ര ശ്രദ്ധേയമാണ്. ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം വളർന്നു വരികയല്ലേ. ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് മാസ്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം, ഡാർക്ക് വെബ്, അതിലേക്ക് അകപ്പെട്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതിൽ സുറിയാനിക്കാരനുമൊക്കെ ഉണ്ട്. നമ്മൾ പലതും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ്